അപ്പോൾ പറഞ്ഞാൽ എപ്പിസോഡ് 69-ൻ്റെ അനലിസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സീസണിൽ 7ാം സീസണിൽ ഓരോ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അത് ലാലേട്ടനുള്ള എപ്പിസോഡാണ്. ലാലേട്ടനാണ് അത് തൂക്കാറ്. രാവണപ്രഭുവിൻ്റെ റിലീസിന് ശേഷം ലാലേട്ടൻ രാവണപ്രഭുവിൻ്റെ അവതാര പിറവിയെടുത്തിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ സംഭവങ്ങളെല്ലാം മണ്ണി വിടാതെ ചോദ്യം ചെയ്തിട്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് ആദ്യം തന്നെ പൊളിഞ്ഞു പോയ ഒരാളുണ്ടായിരുന്നു. കംപ്ലീറ്റ് തകർന്നടിഞ്ഞു. അതായത് ബിഗ് ബോസ് തകർത്തു എന്ന് പറയേണ്ടി വരും. അതായത് ഷാനവാസിനെ ചോദ്യം ചെയ്ത് ഒരുമാതിരി പ്രതികളെ ചോദ്യം ചെയ്യുന്നത് പോലെ ഷാനവാസിനെ ഉരിയാടാൻ സമ്മതിക്കാതെ ഷാനവാസ് പറയുന്നതെല്ലാം തെറ്റാണെന്ന് കാണിക്കുന്ന രീതിയിലേക്കാണ് ഷാനവാസിനെ ഇന്ന് പൊളിച്ചടുക്കിയത്. അതായത് ഷാനവാസ് മിണ്ടിയ കുറ്റം ഷാനവാസ് തന്നെ ഒരുവിധം ദേഷ്യപ്പെടുന്ന രീതിയിലോട്ടേക്കായി മാറിക്കഴിഞ്ഞു. അതായത് സ്ത്രീകളോട് എടി പോടി എന്ന് വിളിച്ചിട്ടുള്ള സംസാരം, മാന്യമായിട്ടുള്ള സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചുള്ള സംസാരം, ടാസ്ക് കുളമാക്കുന്നതിൽ ആയി മാറിയിരിക്കുകയാണ് ഷാനവാസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംസാരം. ഷാനവാസ് സത്യം പറഞ്ഞാൽ ഒരു പൊട്ടത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗെയിമുകളൊക്കെ കുളമാക്കുന്നത്. പക്ഷേ പണ്ടത്തെ സീസണൊക്കെ നോക്കുകയാണെങ്കിൽ ഗെയിം കുളമാക്കാൻ വേണ്ടി മാത്രം, റോബിൻ്റെയൊക്കെ സീസണാണെങ്കിൽ ഓരോ ഗെയിമും റോബിൻ കുളമാക്കിയിട്ടുണ്ടായിരുന്നു, നടത്താൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലും. അപ്പോൾ ആ രീതിയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് പല ടാസ്കുകളും കുളമാക്കി ചളമാക്കിയത്. പക്ഷേ ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടൻ ടാസ്ക് കുളമാക്കുന്നത് പോലെ ഓരോ സംഭവം കുളമാക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പുള്ളി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, ഇതാക്കണം എന്നൊന്നും വിചാരിച്ചത് കൊണ്ട് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അനുമോൾക്ക് നല്ല ഹൈപ്പ് എടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. അതായത് പി ആറിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. പി ആർ എന്താണ്, അനുമോൾ 16 ലക്ഷം കൊടുത്ത് പി ആർ ചെയ്തോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഹൗസിൽ പി ആർ ഇല്ലാത്തതായിട്ടുള്ള ഒരൊറ്റൊരു മനുഷ്യനേ ഉള്ളൂ, അത് നമ്മുടെ സാബുമാനാണ്. സാബുമാൻ പിന്നെ ബിഗ് ബോസിൻ്റെ സ്വന്തം ആളാണല്ലോ. അവിടുത്തെ എക്സിസ്റ്റൻസ് തന്നെ അറിയിക്കാത്ത തരത്തിലാണ് സാബുമാൻ്റെ ഓരോ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് സാബുമാന് പി ആറും കാര്യങ്ങളൊന്നും എന്തായാലും ആവശ്യമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പി ആർ വെച്ചിട്ടുണ്ട്. പി ആർ എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഗെയിം തന്നെ ഒരു പി ആർ ഗെയിമായി മാറിയിരിക്കുകയാണ്. വെറും വൃത്തികെട്ട ഒരു സാധനമാണ് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റുള്ളവരെ എങ്ങനെ താഴ്ത്തിക്കെട്ടാം, മറ്റുള്ളവരെ എങ്ങനെ കുറ്റം പറയാം, മറ്റുള്ളവർക്കെതിരെ മാനിപ്പുലേറ്റീവ് ഡാർക്ക് സ്റ്റോറീസ് അടിച്ചിറക്കുക, തെറ്റിദ്ധാരണ പരത്തുക, ഇതൊക്കെയാണ് പി ആറിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ വേറൊന്നുമല്ല. എന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ വലിയ ഫാൻ ബേസ് ഉള്ളതായി അല്ലെങ്കിൽ ഫാൻ ഫോളോയിങ് ഉള്ളതായി ഫേക്ക് സ്റ്റോറീസ്, ഫേക്ക് മാനിപ്പുലേറ്റീവ് തിങ്സ് അടിച്ചുണ്ടാക്കുക, ഇതൊക്കെയാണ് പി ആറിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒന്നുമല്ല പി ആറിൻ്റെ പണി. ഈ പി ആർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പോലും കഴിവില്ലാത്ത തരത്തിൽ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അനീഷൊക്കെ എന്ന് പറഞ്ഞാൽ ഫേക്ക് മുഖംമൂടി ഉരിഞ്ഞു വീണു. പി ആർ എന്താണെന്ന് അറിയില്ല അത്ര. 5 വർഷം ബിഗ് ബോസ് മാത്രം കണ്ട്, ലോകത്തിലുള്ള ബിഗ് ബോസുകളെല്ലാം കണ്ട്, ഗെയിം ഷോ മനസ്സിലാക്കി, എല്ലാ ടാസ്കുകളും മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന അനീഷാണ് ഈ ഉടായി പറക്കുന്നത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമല്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറും തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആദില നൂറയുടെ കോസ്റ്റ്യൂംസ്, ഔട്ട്ഫിറ്റ്സ് കൊളാബറേഷൻ വരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കച്ചറ ഉണ്ടാക്കല. അതുകൊണ്ട് പി ആർ കൊണ്ട് എന്തെങ്കിലും കച്ചറുണ്ട് എന്ന് പറയാം. എന്നാൽ കൊളാബറേഷൻ വരുന്നത് കൊണ്ട് ഇയാൾക്കെന്താണ്? അമ്മാതിരി തിരുമണ്ടത്തരങ്ങളൊക്കെയാണ് അനീഷ് ഓരോ നേരവും വന്നിട്ട് വിളമ്പുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അടുത്ത് ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അനീഷിൻ്റെ പി ആർ ആണോ എന്ന്. ആ പുള്ളി ഇതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ ആരുടെയും വക്കാലത്ത് പിടിച്ചിട്ടല്ല ഒരു സീസണിൻ്റെയും റിവ്യൂ ചെയ്യുന്നത്. നമുക്ക് ശരിയായ രീതിയിൽ സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നല്ല കളി കളിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ സപ്പോർട്ടല്ല, അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. വേറെ ഒന്നും തന്നെ ഇവിടെ സംസാരിക്കുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള അനാലിസിസ് കേൾക്കാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.